ഹലോ ഹായ്, ഇന്ന് നമ്മൾ ചിക്കൻ നെഗസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടാവും. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിക്കാണ് കാണിക്കുന്നത് കേട്ടോ. ആദ്യം കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്ത് വെക്കുക. പിന്നെ അതിലേക്ക് അര പീസ് മാഗി ക്യൂബിൻ്റെ പീസ് വെക്കുക. ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് മല്ലിയില കേട്ടോ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി അതൊക്കെ ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക്, മാഗി ക്യൂബിൻ്റെ പീസ്, മല്ലിയില, എടുത്ത് വെച്ചിട്ടുള്ള ചിക്കന് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ അടുത്തായിട്ട് ഇതിലേക്ക് വേണ്ടത് ബ്രെഡാട്ടോ. സൈഡ് കട്ട് ചെയ്തിട്ടുള്ള 4 ബ്രെഡാട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഒരിത്തിരി ഗരം മസാല ചേർത്ത് കൊടുക്കുക, വളരെ കുറച്ച് മതി കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പാകത്തിനുള്ള ഉപ്പ്, മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട്, കുറച്ച് ഉപ്പ് മതി, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ സോയാ സോസ് 2 സ്പൂൺ സോയാ സോസ്, 1 സ്പൂണ് ലെമൺ ജ്യൂസ് ആട്ടോ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് നല്ലോണം പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇതൊക്കെ മുട്ടിയും ചേർത്തെടുക്കണം കേട്ടോ, ഞാൻ മറന്നതായിരുന്നു, പിന്നെയാണ് അപ്പോൾ നല്ല പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഷേപ്പ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ കുറച്ചും കൂടി കനം കുറച്ചിട്ട് പരത്തണം കേട്ടോ, അല്ലെങ്കിൽ പൊരിഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഞാൻ പരത്തി കുറച്ച് കട്ടി കൂടുതലാണ്, അത് പൊരിഞ്ഞ് വരുമ്പോൾ ഒന്നും കൂടി വീർത്ത് വരും. അപ്പോൾ ഉള്ളു വേവാൻ ചിക്കനല്ലേ, അപ്പോൾ ഉള്ളു വേവാൻ കുറച്ച് ടൈം എടുക്കും. ഇനിയൊക്കെ ഷേപ്പാക്കിയിട്ട് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിന്. ഇനി അടുത്തതായിട്ട് പിന്നെ അത് മൈദയിലും മുട്ടയിലും റസ്ക് പൊടിയിലും ഡിപ്പ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഫ്രൈ ആക്കാം കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ആക്കണത്. എണ്ണ നല്ലോണം ചൂടായിട്ട് കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് മാത്രമേ ഇത് ഫ്രൈ ആക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയുന്നുണ്ട്, ഉള്ളു വേവുമില്ല, പെട്ടെന്ന് കരിയണമുണ്ട്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ലോണം ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഫ്ലെയിം ഒരിക്കലും കൂട്ടിയിട്ടിട്ട് ഫ്രൈ ആക്കരുത് കേട്ടോ. കൂട്ടിയിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് ഒരു ബാച്ചിൻ്റെ അത് കരിഞ്ഞു പോയി. കാരണം അത് അതിൻ്റെ ഉള്ളിൽ ഫ്രൈ ആയതുമില്ല, കരിഞ്ഞും പോയി. അപ്പോൾ എന്തായാലും ഫ്ലെയിം വളരെ സിമ്പിളിട്ടിട്ട് മാത്രമേ ഇത് ഫ്രൈ ആക്കാൻ പാടുള്ളൂ കേട്ടോ. അത് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കും വേണം, തിരിച്ചും മറിച്ചിട്ടുകൊണ്ട് നിൽക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നെക്സ്റ്റിൻ്റെ കളർ ഒരിക്കലും അല്ല എനിക്ക് കിട്ടിയത്. ഇത് ഞാൻ എനിക്കതിൻ്റെ ഉള്ളിൽ ഫ്രൈ ആക്കണമെന്ന് തോന്നുന്നത് വരെ ഞാനത് ഫ്രൈ ആക്കിട്ടോ. അപ്പം എനിക്ക് ഫ്രൈ ആയി കിട്ടിയപ്പോൾ ഈ കളറിലാണ് കിട്ടിയത് കേട്ടോ. ഒരു ബാച്ച് കരിഞ്ഞു പോയി. അത് ഞാനിട്ടിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മാറിയപ്പോൾക്ക് അതിൻ്റെ കളറാകെ മാറിപ്പോയി. കളറ് ചെറുതായി പാളിയെന്നുള്ളൂ കേട്ടോ, പക്ഷേ ടേസ്റ്റിൻ്റെ കോംപ്രമൈസില്ല, അടിപൊളി ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റിൻ്റെ സെയിം ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ വിട്ട കമൻറ്റ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ.